ഹൈറ്റ് ഓഫ് കരിയറിലാണ് പിന്നെ ടെണ്ടുൽക്കറിൻ്റെ ടെന്നീസ് എൽബോ വന്നതും പെയിൻ വന്നതും. അപ്പോഴത്തേക്ക് പവർ കിട്ടുന്നില്ല. അവരൊക്കെ ട്രെയിൻഡാണ്. നോക്കിക്കണം, ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വന്നിട്ട് എറിയുന്ന അവിടെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്ന നിപ്പിൽ 2 മാസം മുമ്പേ അവിടെ ചെല്ലും. എന്നിട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്തിട്ട് അവർ അവിടെയാണ് പ്രാക്ടീസ് 2 മാസം. അതെ, അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ. റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് പറയുന്നതാണ്. അതായത് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു, ഐസ് പാക്സ് വയ്ക്കുന്നു. എൽബോന്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിക്കായിരുന്നു സാർ. എൽബോയിൽ കോമൺ നമ്മൾ ടെന്നീസ് എൽബോ ടെന്നീസ് എൽബോ എന്ന് പറഞ്ഞാൽ ടെണ്ടുൽക്കറാണ് നമ്മുടെ ടെന്നീസ് എൽബോയുടെ തന്നെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയാം. കാരണം പുള്ളിയാണ് അത് പോപ്പുലറൈസ് ചെയ്തത്. അത് അന്ന് ഹൈറ്റ് ഓഫ് കരിയറിലാണ് പിന്നെ ടെണ്ടുൽക്കറിൻ്റെ ടെന്നീസ് എൽബോ വന്നതും പെയിൻ വന്നതും. അപ്പോഴത്തേക്ക് പവർ കിട്ടുന്നില്ല. സിക്സർ അടിക്കാനും ഒന്നും പവർ കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. ഡ്രൈവ് ചെയ്യാൻ അവിടെ ഇഷ്യൂ വന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് പിന്നെ ലണ്ടനിൽ വെച്ച്, ഞാൻ ഒന്ന് UK യിലുള്ള സമയത്താണ്, ലണ്ടനിൽ വെച്ച് പിന്നെ ഡോക്ടർ ആൻഡ്രൂ, പുള്ളിയാണത് സ്പോർട്സ് മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്. പുള്ളി സർജറി ചെയ്തു. അതിനുശേഷം നമ്മൾ കണ്ടതാണ് പുള്ളി എന്തൊക്കെ ബാറ്റിംഗ് ഹിസ്റ്ററിയാണ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ പെർഫോമൻസ് ബാക്ക് ടു നോർമൽ. അതായിരുന്നു അത്. ഇപ്പോൾ ടെന്നീസ് കളിക്കാനാണ് അതെപ്പോഴും പറയുന്നതാണ്. ഇത് പിന്നെ ടെന്നീസ് അല്ല, ഇത് ആദ്യം ഡിസ്ക്രൈബ് ചെയ്ത് ടെന്നീസ് എൽബോ ടെന്നീസ് കളിക്കാരില്ലായിരുന്നു ആദ്യം. കാരണം എല്ലാവരും ഇവിടെ കൈയുടെ ഇവിടെ ഒരു പെയിനായിട്ട് വരുന്നു. പക്ഷേ ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബാക്ക് ഹാൻഡിൽ എടുക്കുന്നു. ബാക്ക് ഹാൻഡിൽ റാക്കറ്റ് സ്പോർട്സ് ബാക്ക് ഹാൻഡിൽ ഇങ്ങനെ എടുക്കുന്നു. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ ബോൾ കിട്ടുന്നില്ല. ബാക്കി ഫോഴ്സ് മുഴുവൻ കൂടി ഇവിടെ വരുന്നത്. ഇവിടെ പിടിപ്പിച്ചേക്കുന്ന ആ ഒരു ടെൻഡൻ കേബിളുണ്ട്, അതിങ്ങനെ വലിഞ്ഞു പോരും. അതുകൊണ്ടാണ് അങ്ങനെയാണ് ടെന്നീസ് എൽബോ വരുന്നത്. ഇത് തന്നെ ബാഡ്മിൻ്റണിൽ ബാക്ക് ഹാൻഡ് എടുക്കുന്ന സെയിം തിങ്ങാണ്. അതല്ലേ, എനി റാക്കറ്റ് സ്പോർട്സ് ഇത് ഇഷ്യൂ ഉണ്ടാകും. അപ്പോൾ അതിന് അവർക്ക് മെയിനായിട്ട് ഇങ്ങനെ അടിക്കുന്നതിന് ചിലപ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ ബാക്ക് ഹാൻഡ് അതിൻ്റെ പവർ പോകും. ഇതുപോലെ തന്നെ ഒരു ഗോൾഫേഴ്സ് എൽബോ, അങ്ങനെ എന്തൊരു ഗോൾഫേഴ്സ് എൽബോ നേരെ അകത്തെ സൈഡിൽ. അതെന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെയാണ് ഇത് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഇത് ക്ലബ്ബ് വെച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തെ ഈ ഭാഗമാണ് ഇതേ പ്രശ്നം ഈ അകത്തുണ്ടാകും. അതിനാണ് ഗോൾഫേഴ്സ്. അത് ഗോൾഫേഴ്സ് ഈ വീട്ടമ്മമാർക്കുണ്ടാകും, വെറുതെ ഉള്ള ചെറുപ്പക്കാർക്കുണ്ടാകും. അതിൽ ത്രോയേഴ്സിനുണ്ടാകും. ത്രോയേഴ്സിനൊക്കെ ഇപ്പോൾ ഇത് ഒളിമ്പിക്സ് വരുമല്ലേ, അപ്പോൾ നമുക്ക് കാണാം ഇപ്പോൾ പല ആൾക്കാരുടെ ഒരു അൺഫോർച്ചുനേറ്റ് അത്ലറ്റ്സിൻ്റെ ഒക്കെ ഇഞ്ചുറീസൊക്കെ ഇപ്പോൾ നമുക്ക് കാണാം. കാരണം അവർ ഹയസ്റ്റ് പോസിബിൾ ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ സമയത്ത് അവരുടെ പെർഫോമൻസ് അവർ മാക്സിമം കൂട്ടുകയെ. ചില ആൾക്കാർ അൺഫോർച്ചുനേറ്റ്ലി ചില അത്ലറ്റ്സ് ചെറിയ ഇഞ്ചുറി ഇഗ്നോർ ചെയ്തിട്ട് ഇത് അവർക്ക്, കാരണം once in 4 years ആണ്, അവർക്ക് തന്നെ അടുത്ത ചാൻസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് അവർ ഇഗ്നോർ ചെയ്ത്. അതൊക്കെയാണ് ഏറ്റവും ഡേഞ്ചർ. ജാവലിന് കൂടുതലും ഈ ഷോൾഡറിനല്ല കൂടുതൽ ഉണ്ട്. ജാവലിന് ഇപ്പോൾ ത്രോയേഴ്സിന് പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഷോൾഡർ, ഈവൻ സ്കാപ്പുല, എൽബോ, നമ്മുടെ റിസ്റ്റ്, ഫിംഗേഴ്സ്, ഇതെല്ലാം നമുക്ക് മാത്രമല്ല നമ്മുടെ കോർ ഈ മസിൽസ് ഉണ്ട് ഇവിടുത്തെ ബാക്കിൽ, അതിൽ സ്റ്റെബിലൈസ് ചെയ്ത് നിന്നിട്ടാണ് നമ്മൾ എറിയുന്നത്. അപ്പോൾ ഇതിന് ഈ മസിലൊക്കെ നമ്മുടെ ഈ പിന്നെ ഹിപ്പ് മസിലും ബാക്ക് മസിലും അവിടെ സ്റ്റേബിൾ, നമുക്ക് സ്റ്റേബിൾ പ്ലാറ്റ്ഫോം ഇല്ലെങ്കിൽ ഇല്ല, അവരൊക്കെ ട്രെയിൻഡാണ്. നോക്കിക്കണം, ആക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. വന്നിട്ട് എറിയുന്ന അവിടെ സ്റ്റെബിലൈസ് ചെയ്ത് നിൽക്കുന്ന നിപ്പിൽ നമ്മൾ ഇത് ക്ലോത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ മസിലൊക്കെ നല്ല ഇത് സ്റ്റേബിളായിട്ടായിരിക്കും നിൽക്കുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ഇങ്ങനെ എറിയാനൊക്കെ ഉള്ളേ. ഞാൻ ചോദിക്കട്ടെ സാറേ, ഇവിടെ നമുക്കൊരു ലിഗമെന്റ് ഉണ്ടല്ലോ, TFCC, അത് ഇതിൽ ബാധിക്കുമോ? ഉണ്ട്, അതുകൊണ്ട് അത് ഇതിനെക്കാട്ടി കൂടുതൽ ഈ ഗോളി ഇല്ലേ, അവരെ ബ്ലോക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ അവർക്ക് ഇതുണ്ടാകും. അവർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഗോളീസിന്. ഈ ബോക്സേഴ്സ് ഫ്രാക്ചർ അതാണോ? അത് വേറെ, ഇത് വേറെയാ. ഇപ്പോൾ ഏത് സന്ധികളിലും വരുന്ന ഇഞ്ചുറിക്ക് ട്രീറ്റ്മെന്റ് കോമൺ ആണ് അല്ലേ? അതായത് റൈസ് എന്തോ അങ്ങനെ എന്തോ പറയണ്ടേ? അത് റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫസ്റ്റ് എയ്ഡ് പറയുന്നതാണ്. അതായത് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു, ഐസ് പാക്സ് വയ്ക്കുന്നു, പിന്നെ ബാക്കി ഇമ്മൊബിലൈസ് ചെയ്ത് കംപ്രഷൻ ഇമ്മൊബിലൈസ് ചെയ്ത് അത് ഇനിഷ്യൽ. അതിപ്പോൾ നമുക്ക് അത് പലപ്പോഴും അത് ഒന്നിലെ ടീം ഫിസിയോ ആയിരിക്കും, അല്ലെങ്കിൽ ടീം ഡോക്ടറായിരിക്കും. അവർ അത് ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്യാണ്, ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് സ്പെഷ്യലിസ്റ്റിനെ കാണാൻ വേണ്ടി. അതുവരെയുള്ള ട്രീറ്റ്മെൻറ്റാണ്. കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്ന സംശയമുണ്ട് സാർ, അതായത് ഈ ഇഞ്ചുറി വന്നാൽ ഐസ് വെക്കണോ ചൂട് വെക്കണോ? ഐസ് അത് അക്യൂട്ട് പെയിന് ഐസ്, ക്രോണിക് പെയിനാണ് നമ്മൾ ചൂട് വെക്കുന്നത്. ഓക്കെ. എന്നാൽ അക്യൂട്ട് പെയിനിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ബ്ലീഡിങ്
കുറയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. ഓക്കെ. ക്രോണിക് പെയിന് ചൂട് വെക്കുക വെച്ചാൽ അവിടേക്ക് ബ്ലഡ് സപ്ലൈ കൂട്ടും. അതായത് നമുക്ക് ഈ ആർത്രൈറ്റിസ് പോലത്തെ സാധനങ്ങൾക്ക് ചൂട് വെക്കുകയാണ് നല്ലത്. അതെ അതെ. പെട്ടെന്നുണ്ടാവുന്ന ഇഞ്ചുറീസിന് നമ്മൾ അക്യൂട്ട് ഇഞ്ചുറിയിൽ എപ്പോഴും ഐസാണ്. അക്യൂട്ട് ഇഞ്ചുറി ബ്ലീഡിങ് ഉണ്ടാവും. ഒന്നിൽ ഫ്രാക്ചർ, അല്ലെങ്കിൽ നേരത്തെ സമയത്ത് പറഞ്ഞിട്ട് അവൾഷൻ വരാം, അല്ലെങ്കിൽ ലിഗമെന്റ് റപ്ചർ ചെയ്യുക, മസിൽ റപ്ചർ ചെയ്യുക, ഇതിനെല്ലാം ബ്ലീഡിങ് ഉണ്ടാവും. അപ്പോൾ അത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത്, അതിനാണ് നമുക്ക് ഐസ് പാക്ക്. എനിക്ക് പ്രതാപ് സാറിന്റെ അടുത്ത് ചോദിക്കാനുള്ള വേറെ, സാർ അപ്പർ ലിം സർജൻ ആയതുകൊണ്ട് ചോദിക്കണം. നമ്മൾ ഈ ക്രിക്കറ്റ് കളിക്കാരൊക്കെ ഈ പറഞ്ഞ പോലെ മാലറ്റ്, അതെ അവർക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് തരം. എന്താണ് മാലറ്റ് ഫിംഗർ ഇവിടെ വിരൽ ഇങ്ങനെ ഇരിക്കും, മാലറ്റിൻ്റെ കൂടെ അറ്റം വളഞ്ഞിരിക്കും. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അത് വരുന്നത് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിൽ ഒരു ഫണ്ണി ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ക്യാച്ച് എടുക്കാൻ പോകുന്നതാണ്. ക്യാച്ച് എടുക്കാൻ പോയി നേരെ ആക്സിയൽ ലോഡിങ് ഇഞ്ചറി എന്ന് പറയും. ഇങ്ങനെ ഒരു വിരൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പാരയായി. അത് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാച്ച് എടുക്കുന്നത്. നമ്മൾ കണ്ടില്ല, ഓസ്ട്രേലിയൻസ് എല്ലാം റെഗുലർലി, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ എടുക്കുന്നവരുണ്ട്, അതും ഒക്കെയാണ്. അതെ, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുക. നമ്മൾ പലപ്പോഴും കാണുന്നത് ഇങ്ങനെ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കും, ഇങ്ങനെ പോയി ക്യാച്ച് എടുക്കാൻ പോകും, ഇത് കിട്ടും, പണി കിട്ടും. ക്യാച്ചിങ്ങിന്റെ സ്റ്റൈല് മാറ്റണം. അതെ അതെ ബാസ്കറ്റ്ബോൾ സ്പ്ലിന്റ് വയ്ക്കാം. പിന്നെ ഇത് ഒരു ഫ്രാക്ചറോട് കൂടിയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിട്ടൊരു കെ വയർ എന്ന് പറഞ്ഞ ചെറിയ പിന്നിട്ട് വയ്ക്കും. പറഞ്ഞ പോലെ ടെൻഡൻ മാറി കിടക്കുകയാണെങ്കിൽ റിപ്പയർ ചെയ്യേണ്ടി വരും. പിന്നെ സ്പോർട്സിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു അൺയൂഷ്വൽ സാധനമാണ് സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞിട്ട്. പ്രത്യേകിച്ചും ഈ ഫാസ്റ്റ് ബോളേഴ്സിൽ ലോഡിങ് വരുമ്പോൾ മാരത്തോണ്ടാണ് അല്ലേ, ടിബിയയിലാണ് യൂഷ്വലി. കാലിൽ വരാം, നമ്മുടെ മെറ്ററ്റാസൽ എന്ന് പറഞ്ഞ ബോണിലുണ്ടാകുക. അവിടെയൊക്കെ ഈ സ്ട്രെസ് ഫ്രാക്ചേഴ്സ് വരും. സ്ട്രെസ് ഫ്രാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ റിപ്പീറ്റഡായിട്ട് നമ്മൾ കണ്ടമാനം സ്ട്രെസ് കൊടുക്കുന്നുണ്ടുള്ളതാണ്. ഏറ്റവും കൂടുതൽ വരുന്നത് ടിബിയയിലും ഇതിലുമൊക്കെയാണ്. ഫാസ്റ്റ് ബോളേഴ്സിന് കുറച്ച് ഈ ലാൻഡിങ് ഫുട്ടില്ലേ, സ്ട്രെസ് ഫ്രാക്ചർ അത് നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ കോമൺ ആണ്. ഈ പലപ്പോഴും പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവരിത് ടീം സെലക്ഷൻ ഉള്ളതുകൊണ്ട് അവരത് മറച്ചു വെച്ചിട്ട് പിന്നെ പെർഫോം ചെയ്യാൻ പോകും. പക്ഷേ ഈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അത് ചെയ്യില്ല, കാരണം അവരുടെ കരിയർ പോവാണ്. ഏർലി സ്റ്റേജിൽ അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് നമുക്കിപ്പോൾ പിന്നെ ആ ഒരു ലെവലിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ ത്രിഷോൾഡ് MRI ചെയ്യാനൊക്കെയുള്ള ത്രിഷോൾഡ് വളരെ കുറവായിരിക്കും. കാരണം എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ട്, കാരണം നമുക്ക് അഫോർഡ് ചെയ്യാനൊക്കില്ല. അത് അവരുടെ 1 ഇയറാണ് പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഹോൾ കരിയറാണ് പോകാൻ പോകുന്നത്. അവിടെ നമുക്ക് അയ്യോ ഒരു കുറച്ച് പൈസ ലാഭിച്ചിട്ട് നമുക്കത് വേണ്ടാന്ന് അതല്ല ചെയ്യേണ്ടത്. അവർക്ക് വളരെ അഗ്രസീവായിട്ട് തന്നെ നമുക്ക് ആദ്യം ഒരു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയണം. എന്നിട്ട് നമുക്ക് അവിടുന്ന് നമുക്ക് തുടങ്ങാം. അഗ്രസീവായിട്ട് ട്രീറ്റ് ചെയ്യണോ അതോ നമുക്ക് നോൺ ഓപ്പറേറ്റീവായിട്ട് ട്രീറ്റ് ചെയ്യണോ, അത് കാരണം ഇത് ഒരാളുടെ കരിയറാണ് പോകാൻ പോകുന്നത്. വേൾഡ് വൈഡായിട്ട് നിൽക്കുന്ന ലൈം ലൈറ്റ് നിൽക്കുന്ന ഒരാളുടെ കരിയർ. അതുപോലെ ഇപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ ഈ മസിൽ ഇഞ്ചുറീസും ഇതിൽ വരുമല്ലോ, സ്പോർട്സ് ഇഞ്ചുറീസിൽ വരുമല്ലോ. സാർ കോമൺ ആയിട്ട് കാണുന്ന മസിൽ ഇഞ്ചുറി ഏതാണ്? ഇപ്പോൾ സ്പോർട്സ് കളിക്കാരിലായാലും ഹാംസ്ട്രിങ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി? നമ്മൾ പുറകിലുള്ള ഹാംസ്ട്രിങ് എന്ന് പറഞ്ഞ മസിലുകളാണ് ഈ രണ്ട് പുറകെ കൂടെ പോകുന്ന മസിൽ. നമ്മുടെ തൊടയുടെ പുറകിലുള്ള അല്ലേ, തൊടയുടെ മുമ്പിലുള്ള ക്വാഡ്രിസെപ്സ് അല്ലേ. അപ്പോൾ 2 വലിയ ഗ്രൂപ്പ് മസിലാണ്. എന്താണ് ആ മസിൽ ഗ്രൂപ്പിനെ അതാ ശരിക്കും അത് നല്ല സ്ട്രോങ് ആണെങ്കിൽ, അത് പെരി ആർട്ടിക്കുലർ മസിലുകൾ അത് സ്ട്രോങ് ആണെങ്കിൽ, പെരി ആർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ ജോയിന്റിന് ചുറ്റുമുള്ള അത് നല്ല സ്ട്രോങ് മസിലുകളാണെങ്കിൽ ശരിക്കും ലിഗമെന്റിനെ കൂടുതൽ സപ്പോർട്ട് നമുക്ക് അത്ര ഇൻസ്റ്റെബിലിറ്റി വരില്ല. ഇങ്ങനെ ഞാൻ കേട്ടിട്ടാണ്, സത്യമാണെന്ന് എനിക്കറിയില്ല. PT ഉഷയ്ക്കൊക്കെ ACL പോയിട്ട് റിപ്പയർ ചെയ്തിട്ടില്ല എന്ന് ഞാൻ കേട്ടിരുന്നത്. അവരുടെ അത്രയും അല്ല റിപ്പയർ ചെയ്തു. പക്ഷേ അന്ന് നല്ല ഫിസിക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ പ്രോപ്പർ വാമപ്പ് ചെയ്യുക, മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്താൽ ഈ ഹാംസ്ട്രിങ് ഇഞ്ചുറീസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അതിനുവേണ്ടിയാണ് നമ്മൾ ഇത് പ്രീ ടൂർണമെൻറ്റ് ബാക്കി കണ്ടീഷനിങ് ഒക്കെ ചെയ്യുന്നത്. എന്തിനാ ക്യാമ്പ് വയ്ക്കുന്നത്? എന്തിനാണ് ഈ നമ്മളിപ്പോൾ വേൾഡ് കപ്പ് ആൾക്കാർ സെലക്ഷൻ കഴിഞ്ഞാൽ ഉടനെ ക്യാമ്പില്ലേ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1 മാസമൊക്കെ ക്യാമ്പല്ലായിരുന്നോ? അപ്പോൾ ആ ക്യാമ്പെന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം അവർ ഒരു കാരണവശാലും ബിറ്റ്വീൻ ടൂർണമെൻറ്റ് അവർക്ക് അല്ലെങ്കിൽ ബിറ്റ്വീൻ മാച്ച് അവർക്ക് ഇഞ്ചുറി വരാൻ പാടില്ല, അതല്ലേ? അതിനുവേണ്ടി അവരെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയാണ് 1 മന്തൊക്കെ. ഇപ്പോൾ വേറെ ഒരു ഫണിയായിട്ടുള്ള കാര്യം തോന്നും. ഇപ്പോൾ ഈ ഫുട്ബോൾ വേൾഡ് കപ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ എവിടാണ് ഏത് രാജ്യത്താണ് ഫുട്ബോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ടീം മൊത്തമായിട്ട് 2 മാസം മുമ്പേ അവിടെ ചെല്ലും. എന്നിട്ട് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം വാടകയ്ക്ക് എടുത്തിട്ട് അവർ അവിടെയാണ് പ്രാക്ടീസ് 2 മാസം, അതല്ലേ? അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ബിഹൈൻഡ് സീൻ എന്താ നടക്കുന്നതെന്ന് നമ്മൾ കാണില്ല. ലോട്ട് ഓഫ് തിങ്സ് ഹാപ്പനിങ്. മഞ്ഞ സാറേ, അപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ACL ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ACL ചെയ്യാൻ പേഷ്യൻ്റ് തീരുമാനിച്ചു, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇനി എത്ര നാൾ കഴിഞ്ഞാൽ എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റും?
അതിൽ ACL മാത്രമാണോ അതിൻ്റെ കൂടെ ഉള്ള ലിഗമെൻറ്റ്സ് ആണോ പിന്നെ അതിൻ്റെ കൂടെ ഉള്ള മെനിസ്കസ് ഡാമേജ് ഉണ്ടോ? ഐസൊലേറ്റഡ് ACL ഇഞ്ചറി ഐസൊലേറ്റഡ് ACL ആണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ ആകും. യൂഷ്വലി അറൌണ്ട് 6 to 8 months ദേ കൻ ഗോ ഫോർ സ്പോർട്സ് കോൺടാക്ട് സ്പോർട്സ്. ഓക്കെ. ഇപ്പോൾ കൂട്ടത്തിലൊരു യൂഷ്വലി മെനിസ്കസ് ഇഞ്ചറിയും കൂടി ഉണ്ടെന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യാണ്. ഒരു മെനിസ്കസ് ഇഞ്ചറി റിപ്പയർ ഹീലാവാൻ ഉള്ള ടൈം യൂഷ്വലി എത്രയാണ്? നമ്മൾ യൂഷ്വലി അത് 5 to 6 months ആണ് ഇത്. പക്ഷേ അലോങ് വിത്ത് ദാറ്റ് അവർക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ് കൂടെ ആവശ്യമുള്ളതാണ്. മെനിസ്കസ് വിത്ത് ACL ഉണ്ടെങ്കിൽ അത് 8 മാസം തൊട്ട് 1 വർഷം വരെ എടുക്കും ബാക്ക് ടു സ്പോർട്സ്. പിന്നെ ഇതിൽ ഏറ്റവും നമ്മൾ ഒരു എന്താ പറയുക ഏറ്റവും ടെറിബിൾ എന്ന് പറയുന്ന ഒരു ഇഞ്ചറിയാണ് ടെറിബിൾ ട്രയാഡ് അല്ലേ? ടെറിബിൾ ട്രയാഡ് എന്തൊക്കെയാണ്? ടെറിബിൾ ട്രയാഡ് രണ്ടും കൂടാതെ ഇറ്റ്സ് മൾട്ടി ലിഗമെന്റ് ഇഞ്ചറി പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് ACL പ്ലസ് MCL ഇഞ്ചറി ആൻഡ് മെനിസ്കസ്. ഈ മൂന്നും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി റീഹബിലിറ്റേഷന് കൂടുതൽ സമയം എടുക്കും. ഓക്കെ. പിന്നെ ഒരു സാറിൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഒരു ACL ഇഞ്ചറി ഇപ്പോൾ ഇന്ന് പറ്റി യൂഷ്വലി എത്ര നാൾ കഴിഞ്ഞ് സാറ് സർജറിക്ക് എടുക്കാറുണ്ട്? യൂഷ്വലി ഇൻഫ്ലമേഷൻ ഉണ്ടാവും, പിന്നെ ബ്ലീഡിങ് ഉണ്ടാവും. സോ അതുകൊണ്ട് നമുക്ക് ബെസ്റ്റ് ടൈം ഈസ് 20 days or 3 weeks ഈസ് ദ ഐഡിയൽ ടൈം ഫോർ സർജറി. അതായത് നമ്മൾ ഇന്ന് ഇഞ്ചറി പറ്റി ഇന്ന് തന്നെ ചെയ്യേണ്ട കാര്യമില്ല, വെയിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴും. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്താൽ ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ ഇൻഫ്ലെയിംഡ് ഉള്ളത് കൊണ്ട് സ്റ്റിഫ്നെസ് വരും, പോസ്റ്റ് ഓപ്പറേറ്റീവ് പിന്നെ സ്റ്റിഫ്നെസ്. മിക്ക MRI ഞാൻ കണ്ടിട്ടുണ്ട് കൺഡ്യൂസ്ഡ് ബോണ്ടൈൽ. അപ്പോൾ അലോങ് വിത്ത് ലിഗമെൻറ്റ് നമുക്ക് ഈ ബോൺ കൺട്യൂഷൻ ഉണ്ടാവും. ആ ബോൺ കൺട്യൂഷൻ കൂടെ സെറ്റിൽ ആവാനായിട്ടാണ് ഇവർ 3 weeks എടുക്കും. സ്ക്രൂ പിടിക്കാനൊക്കെ റീം ചെയ്യുമ്പോൾ ബ്രേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ടെന്നുള്ളൂ അക്യൂട്ട് സ്റ്റേജ് ചെയ്യുമ്പോൾ. അതിന് ഡിപ്പെൻഡ്സ് ഓൺ ദി ലീഷൻ. ചെറിയ ലീഷൻ ആണെങ്കിൽ നമുക്ക് വേറെ ടൈപ്പ് പിടിക്കാൻ പറ്റും. ലാർജ് ലീഷൻ ആണെങ്കിൽ ചിലപ്പോൾ സ്ക്രൂ ലൂസ് ആവാൻ ചാൻസ്. ഐഡിയൽ സിറ്റുവേഷൻ ഒരു 3 weeks കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. അത് ACL ഇഞ്ചറി പറ്റിയാൽ നീരൊക്കെ മാറി ഒരു 3 ആഴ്ച കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഐഡിയൽ സ്റ്റിഫ്നെസ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു ആർത്രോ ഫൈബ്രോ അക്യൂട്ടായിട്ട് ചെയ്യുമ്പോൾ ഒരു ആർത്രോ ഫൈബ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാറുണ്ട്. inflamed knee should become cold. ഓക്കെ. ഈ അപ്പോൾ ചോദിക്കാനുള്ളത് ഈ 3 weeks ഡിലേ വരുമ്പോഴേ അപ്പോൾ യൂഷ്വലി സാർ ഇമ്മൊബിലൈസ് ചെയ്യാറുണ്ട് അതോ? Usually along with the ACL there will be bone contusion. For them it is better is for pain management knee immobilizer. In between they have to move. പാസീവ് മൂവ്മെന്റ്സ് ഒക്കെ ആക്റ്റീവ് മിക്ക പേഷ്യന്റും ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ OP വരുമ്പോൾ കാണുന്നത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 3 ആഴ്ച കഴിഞ്ഞിട്ട് ഇല്ല. പാസീവ് മൂവ്മെന്റ്സ് ക്വാഡ്രിസെപ്സ് എക്സസൈസ്, സ്റ്റാറ്റിക് ക്വാഡ്രിസെപ്സ് എക്സസൈസ് 3 ആഴ്ച കഴിയുമ്പോൾ ക്വാഡ്രിസെപ്സ് അട്രോഫി അടിച്ച് അത് പാടില്ല. They should move in between and passive. If it is too much painful, passive movements ചെയ്യുക. പിന്നെ അവിടെ സ്റ്റാറ്റിക് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് സാറ് പറഞ്ഞതെന്ന് നമ്മളൊരു ACL ഇഞ്ചറി അക്യൂട്ടായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് വെയിറ്റ്, കാരണം ഇതൊരു എമർജൻസി സിറ്റുവേഷൻ അല്ല. ഒരു 3 weeks കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഐഡിയൽ സിറ്റുവേഷൻ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ നീ ബ്രേസ് 24/7 ഇടാനുള്ള സാധനമല്ല. അത് മാറ്റുക, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, ക്വാഡ്രിസെപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ഹാംസ്ട്രിങ് മെയിൻറ്റെയിൻ ചെയ്യുക, റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് അതായത് നീയുടെ റേഞ്ച് ഓഫ് മൂവ്മെൻറ്റ് ഫുള്ളാക്കി എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സർജറി കഴിയുമ്പോൾ അത് പിന്നെ ഒരു ട്രോമയാണ്. അപ്പോൾ പിന്നെയും സ്റ്റിഫ്നെസ് അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പേഷ്യൻ്റ് ഇപ്പോൾ സാധാരണ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ഇത് ഇട്ട് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് പറഞ്ഞു ഇനി ഇത് ഊരരുത് എന്ന് പറയുന്നൊരു കാര്യം. അതാണ് സാധാരണ OP വന്നിട്ട്. അപ്പോഴേക്കും നീ സ്റ്റിഫായിപ്പോൾ നമുക്ക് സ്റ്റിൽ വി ക്യാൻ ഡു, പക്ഷേ റീഹാബിലിറ്റേഷൻ പിന്നെയും ടൈം എടുക്കും. അപ്പോൾ മെയിൻറ്റെയിൻ ദി ബൾക്ക് ഓഫ് ക്വാഡ്രിസെപ്സ് എന്നുള്ളതൊരു ഭയങ്കര ACL ഏറ്റവും ആദ്യം അട്രോഫി അടിക്കുന്ന മസിലും ക്വാഡ്രിസെപ്സ് ആണ്, ചുരുങ്ങിപ്പോകും. അതെ, നമുക്ക് ഒരു ACL ഇഞ്ചറി കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. പേഷ്യൻ്റെ ക്വാഡ്രിസെപ്സ് നോക്കിയാൽ തന്നെ യു ക്യാൻ ഗെറ്റ് എൻ ഐഡിയ. അത് അനക്കാണ്ടാണ്, അത് മസിൽ വേസ്റ്റിംഗ് കാരണം അനക്കിയാൽ പോലും ക്വാഡ്രിസെപ്സ് ക്യാൻ ഗെറ്റ് വേസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ എക്ലിസ് ടെൻഡൻ ഇഞ്ചുറി. അതായത് ഇപ്പോൾ കാലിൻ്റെ ബാക്കിൽ ഈ ടെൻഡൻ എക്ലിസ് ടെൻഡൻ അത് റപ്ചർ ചെയ്ത് നമ്മൾ തുന്നി പിടിപ്പിച്ചാലും വീണ്ടും ആ പഴയ സ്ട്രെങ്ത് കിട്ടുമെന്നൊക്കെ വളരെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ സ്പോർട്സ് കളിക്കാരൊക്കെ പഴയ ബേസ്റ്റില്ല പേസിൻ്റെ ബേസ്റ്റ് കിട്ടാറുണ്ടോ എന്നൊക്കെ. യൂഷ്വലി 2 ടൈപ്പാണ്. ഒന്ന് ബോണോട് കൂടി ആവശ്യമാവുക, ആ ബോൺ ടു ബോൺ യൂണിയൻ എപ്പോഴും നല്ല റിസൾട്ടാണ്. ടെൻഡൻ ടു ബോൺ യൂണിയനാണ് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ഹീലാവാനായിട്ട്. പക്ഷേ ഇപ്പോൾ പുതിയ ടൈപ്പ് ആങ്കറുകളുണ്ട്, ഫ്യൂച്ചർ ആങ്കറുകൾ, ബയോപ്സറുകൾ, നല്ല റിസൾട്ട് നല്ലതെന്ന് പറഞ്ഞാൽ റിപ്പയർ ചെയ്യുന്നതിൻ്റെ അതുപോലെ ഇരിക്കും. നല്ല 2 ആങ്കർ ഇട്ട് ക്രോസ് ഫ്യൂച്ചറൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല റിസൾട്ട്. ഉള്ളിട്ട് നമ്മൾ തുളച്ച് കയറ്റി നല്ല സ്ട്രെങ്ത് കിട്ടും. അപ്പോൾ
കുട്ടികൾക്ക് സൂച്ചർ ആങ്കേഴ്സ് യൂസ് ചെയ്യാം, ബട്ട് അത് ആവശ്യം വരത്തില്ല. കുട്ടികൾക്ക് ഇതുപോലത്തെ ടെൻഡോക്കിലിസ് കുട്ടികൾക്ക് ടെൻഡോ അക്കിലിസ് ഇഞ്ചുറീസിനെക്കാളും അവൽഷൻ പറഞ്ഞാൽ അവിടെ ബോണിൽ ഇങ്ങനെ പറഞ്ഞ അപ്പോൾ അതിൽ സാറേ ഈ ചെറിയ ഫിംഗറിലിടുന്ന ലിഗമെന്റിന് പോലും ഇപ്പോൾ ആങ്കറുകളുണ്ട്, അത്ര ചെറിയ ആങ്കറുകൾ ഇറങ്ങുന്നുണ്ട്. മൈക്രോ ആങ്കേഴ്സ് ഉണ്ട്. നമുക്ക് ഈ കോണ്ടാക്ട് സ്പോർട്സിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന നീ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഇഞ്ചുറിയാണ് ആങ്കിളിന്, നമ്മുടെ കണങ്കാലിനുള്ള ഒരു ഇഞ്ചുറി വരുന്നത്. പേഷ്യൻ്റ് വരുന്ന പെയിനായിരിക്കും, കാല് തൊടാൻ വയ്യ, താഴെ തൊടാൻ വയ്യ, അങ്ങനെയൊക്കെ വീർത്തിരിക്കും. എനിക്ക് തോന്നുന്നു ആങ്കിളാണ് ഏറ്റവും കോമൺ ആയിട്ട് ഒരു സ്പ്രെയിൻ ആവുന്ന ജോയിൻ്റ് എന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ. ഇതിപ്പോൾ കോണ്ടാക്ട് തന്നെ വേണമെന്നില്ല, ചിലപ്പോൾ ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മടിയുന്നവരുണ്ട്, അൺഈവൺ സർഫസിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ മടിയുന്നവരുണ്ട്. അപ്പോൾ യൂഷ്വലി മറ്റേ ഈ സൈഡിലുള്ള അപ്പോൾ സ്പോർട്സിലും അത് തന്നെ ആയിരിക്കും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ. പക്ഷേ ഫുട്ബോളിലൊക്കെ പറ്റുന്ന ആംഗിൾ ഇഞ്ചറി കുറച്ചുകൂടെ സിവിയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചിലപ്പോൾ ഫ്രാക്ചർ വരെ ബൈമാലികളർ ഫ്രാക്ചർ വരെ ഫുട്ബോളിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ആംഗിൾ, ഈ ടാക്കിളിങ് വരും. ഇല്ല, സ്ലൈഡിങ് ടാക്കിളൊക്കെ വരുമ്പോൾ ശരിക്കും ആംഗിളിലേക്ക് അടിച്ചിട്ടാണ് ഒരു അതുകൊണ്ടാണ് ഇപ്പോൾ ബാക്കിന് അറ്റാക്ക് ടാക്കൽ ചെയ്യുമ്പോൾ ഡയറക്റ്റ് റെഡ് കാർഡ് കാരണം ടാക്കിൾ ചെയ്യണം, ആംഗിളിലേക്ക് വന്നിട്ട് ഒറ്റ അടിയാണത്. അപ്പോൾ ഫ്രാക്ചർ ആവാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. മറ്റേ സ്പ്രെയിൻ കരിയർ എൻഡിങ് ഇഞ്ചുറിയാണ്, കരിയർ എൻഡിങ് അല്ലെങ്കിൽ സീസൺ എൻഡിങ് ഒക്കെ ആകാം അല്ലേ. കാരണം ബൈമാലിയോളർ ഫ്രാക്ചർ ഒക്കെ സാറിന് അറിയാലോ, ചിലപ്പോൾ ആംഗിൾ ആർത്രൈറ്റിസ് ഭയങ്കര റിക്കവറി ടൈം തന്നെ ചിലപ്പോൾ അതിന് സർജറി വേണ്ടി വരുമോ? എല്ലാം ഇപ്പോൾ സാറ് ചോദിക്കുന്ന ലിഗമെന്റ് ഇഞ്ചുറി ആണോ? ലിഗമെന്റ് ഇഞ്ചുറി ഗ്രേഡ് 3 ഒക്കെ ആണെങ്കിൽ ചെയ്യേണ്ടി വരും. പിന്നെ മെജോറിറ്റിക്കും അല്ലാതെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞത് റൈസ് അതുപോലെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ യൂഷ്വലി നമ്മളങ്ങനെ പ്ലാസ്റ്റർ ഇമ്മൊബിലൈസ് ചെയ്യാറില്ല. യൂഷ്വലി ഒരു ആംഗിൾ ബൈൻഡർ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നടക്കുന്ന എയർ കാസ്റ്റ് ഉണ്ട്, എയർ കാസ്റ്റ് ഉണ്ട്. അതാകുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. നമുക്ക് കിടക്കുമ്പോൾ ഒക്കെ വേണമെങ്കിൽ ഊരി വയ്ക്കാം, നടക്കുമ്പോൾ മാത്രം ഇട്ടാൽ മതി. പേഷ്യൻ്റ് തന്നെ അത് വെച്ച് വെയിറ്റ് നമുക്ക് ലോഡ് കൊടുക്കാം, കുറച്ച് അതൊരു വളരെ അഡ്വാൻറ്റേജസ് ആണ് അല്ലേ. അത് ഷെയർ ചെയ്യും ലോഡിന്. ലോഡ് ഷെയറിങ് ഇത്തിരി കോസ്റ്റ്ലി ആണെന്നുള്ളൂ, പക്ഷേ വർത്ത് ടു ദാറ്റ് കോസ്റ്റ്. ആ കോസ്റ്റ് ഇപ്പം ഈ ഇമ്മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ വലിയ പ്രോബ്ലം. മൊബിലൈസേഷൻ മൊബിലിറ്റിയാണ് ഇപ്പോഴത്തെ നമുക്ക് ഏറ്റവും അത്യാവശ്യം. നമ്മളൊക്കെ PG ചെയ്യുമ്പോൾ മൊത്തം പ്ലാസ്റ്ററിങ് ആയിരുന്നു. രാവിലെ തൊട്ട് ഉച്ചവരെ പ്ലാസ്റ്റർ ഇട്ടാലും തീർച്ചയായും